നൽകിയ വളരെ അത്ഭുതകരമായ, എന്നാൽ ശരീരത്തിൽ വളരെ ചെറിയ, എന്നാൽ ഈ ചെറിയ സാധനം കൊണ്ട് ഈ വലിയ ലോകത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അവയവം അള്ളാഹു നമുക്ക് നൽകിയത് കണ്ണാണ്. അതിൽ പലതും വരും. അത് നമ്മുടെ 3 ഡയമെൻഷൻ ഒന്നല്ല, ഡയമെൻഷൻ പിന്നെയും കൂടും കണ്ണിനാകുമ്പോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണിലേക്ക് വന്നുപെടുന്നത് അവിടെ കുഴപ്പമില്ല. പക്ഷേ കണ്ടുപോയി ഉടനെ കണ്ണ് തിരിച്ചു, കണ്ണ് ചിമ്മുക, അതിനെ ആവർത്തിച്ചതിന്റെ ഉള്ളിലേക്ക് ഇടപെടല്ലേ, അവിടെ ശറഅ് ഇടപെടുന്നു. യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. എന്തിനാണ് ഈ കണ്ണ് ചിമ്മാൻ പറഞ്ഞത്? വ്യഭിചരിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ചിന്തയായി, പിന്നെ ഇബ്ലീസ് അത് താലോലിക്കുകയായി, അതൊരു പ്രേമമായി വളരുകയാണ്. ഇതിനൊക്കെ തുടക്കം വെച്ച് പിന്നെ അതൊരു വ്യഭിചാരത്തിലേക്കോ, ആ ഹറാം തനിക്ക് അനുവദിക്കപ്പെടാത്ത ആ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആ ഒരു ആണിനെ സ്വീകരിക്കുന്നതിലേക്കോ, ഹറാമായ രീതിയിൽ ശരീരവുമായി ബന്ധപ്പെടുന്നതിലേക്കോ വളരുന്ന തരത്തിൽ ഈ ഒരു ചിന്ത വളർന്നുകൊണ്ടിരിക്കും. നോക്കാൻ പറയുന്നു, നോട്ടത്തിന് കുഴപ്പമില്ല, നിങ്ങൾ വ്യഭിചരിക്കാതിരുന്നാൽ മതി, അതാണ് നിയമമെങ്കിൽ അതൊരു സെൽഫ് ടോർച്ചറിങ് ആണ്. കണ്ടു കഴിഞ്ഞൊരു സംഗതി അനുഭവിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മനസ്സിൽ ആഗ്രഹം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കണ്ടിട്ടേ ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മളൊക്കെ പറയും ഗൾഫിലൊക്കെ വന്നു പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചെന്നാൽ ചിലപ്പോൾ സൗകര്യമൊന്നും മതിയാവില്ല. കാരണം ഇതൊക്കെ കണ്ട് അറിയാൻ കഴിഞ്ഞല്ലോ. ഇതൊന്നും കാണാത്ത ജീവിക്കുന്ന ഏതോ കുഗ്രാമങ്ങൾ ജീവിക്കുന്ന ആളുകൾ ദുനിയാവിന്റെ ഒരു സൗകര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒന്ന് വിസിറ്റ് വന്ന് ഇവിടെ നിന്ന് തിരിച്ചുപോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ എന്തൊക്കെയോ കുഴപ്പമാണ്, നമ്മളൊന്നും ആയിട്ടില്ല കേട്ടോ, ലോകതൊന്നും അല്ല. എന്തേ? കണ്ടപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളായി. കാണാത്തപ്പോ ചിന്തയില്ലല്ലോ. എത്രയോ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ജീവിച്ചു പോയില്ലേ? എന്താ ഇപ്പൊ ഒരു ദുന്യാവെന്ന് കണ്ടത്? കഞ്ഞിയും പൂളയും ചക്കയും കഴിച്ചവർ ജീവിച്ചു. അവരുടെ ആ നാട്ടിൽ നിന്ന് മഹല്ല് വിട്ടുപോയിട്ടുണ്ടാവല്ലോ, ഒരു ഹജ്ജ് ചെയ്തെങ്കിലായി. അങ്ങനെ അവർ മരിച്ചു പോയില്ലേ? എന്തെങ്കിലും അറിഞ്ഞോ, അനുഭവിച്ചോ? ഇല്ല. എന്തേ? അവർ കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല, ഒന്നും ഒരു അറിവില്ല. അല്ലാഹു തആല പറയാ, മനുഷ്യന്റെ കണ്ണ് വലിയൊരു ആയുധമാണ്. കണ്ണുകൊണ്ട് കണ്ടുപോയാൽ പിന്നെ ആഗ്രഹമായി മനസ്സിൽ അത് കിട്ടണം, അത് തേടിപ്പിടിക്കണം, എത്തിപ്പിടിക്കണം. അവിടെ അല്ലാഹു നമ്മെ അച്ചടക്കം പഠിപ്പിക്കുന്നു. വേണ്ട, അത് നീ ചെയ്യല്ലേ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും, കരുതി വെക്കണം, വൽ ജുലൂസ് അല തുറുഖാത്ത്, വഴികളിൽ നിങ്ങൾ ചെന്നുപോയി ഇരിക്കരുത്. പബ്ലിക് റോഡുകളിൽ പോയി ഇരിക്കരുത്. നമ്മളൊക്കെ നാട്ടിലൊക്കെ ഓവാല കമ്മിറ്റി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾ വായി നോക്കിയിരിക്കരുത്. ഇയ്യാക്കും വൽ ജുലൂസ് അല തുറുഖാത്ത്. ഇന്നിപ്പോ വഴികൾ എന്നൊക്കെ പറഞ്ഞാൽ ഹൈവേന്റെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. ഇന്നിപ്പോ അല്ലേ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക് കയറി ഇറങ്ങുന്ന സ്ഥലത്ത് അങ്ങനെ ആ എൻട്രൻസിൽ നിൽക്കുക, അല്ലെങ്കിൽ അവര് പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ പബ്ലിക്കിന്റെ പാസിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കുക. അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അത് വേണ്ടാന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വല്ലപ്പോഴും കൂടിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഈ ഇരുത്തത്തിലാണ് നബിയെ. അത് ഞങ്ങൾക്ക് കൂടാതെ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് പിന്നെ വർത്തമാനം പറയാനൊക്കെ തങ്ങൾക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ അബൈതും ഇല്ലൽ മജ്ലിസ, ഇരുന്നേ പറ്റൂ എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ. ഇതൊന്നും നമ്മുടെ ഇരുത്തത്തെ പറ്റിയല്ല കേട്ടോ. അവർക്ക് അന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. അവർ കൂടിയിരിക്കുന്ന സ്ഥലം അതിൽപ്പോ റോഡിന്റെ സൈഡായിരിക്കും. ഇന്നിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ നിങ്ങൾക്ക് ഇരുന്നേ പറ്റൂ എങ്കിൽ വഴിക്ക് ചില ഹക്കുകളുണ്ട്, അത് നിങ്ങൾ കൊടുക്കണം. വഴിക്ക് ചില ഹക്കുകളോ, നിങ്ങൾ ആ വഴിക്ക് ചില ഹക്കുണ്ട്, അത് കൊടുക്കണം. വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിക്ക് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ട ഹക്കെന്താണ്? വഴിക്ക് ഹക്കോ? അതെ, ഗദ്ദുൽ ബസരി, ഒന്ന് കണ്ണു ചിമ്മണം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആൾക്കാർ പോകും, കണ്ണു ചിമ്മണം. വകഫുൽ അദാ, പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണം. അങ്ങനെ ഒരു വഴിയിലിരിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഒരു പ്രയാസം, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നീക്കാൻ പറ്റുന്നത് നീക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്തേ? നിങ്ങൾ അതിന്റെ ഐ വിറ്റ്നസ് ആണ്. നിങ്ങളോട് നോക്കി നിന്ന് കാണുന്ന ആളുകളല്ലേ. ഒരു മുള്ള അവിടെ ഉണ്ട്, ഒരു കുപ്പിച്ചില്ലുണ്ട്, ഒരു ടയർ പൊട്ടിക്കിടക്കുന്നുണ്ട്, നിങ്ങൾ എടുത്ത് ഒഴിവാക്കണം. എന്തേ? നിങ്ങൾക്കവിടെ ഇരുന്നേ പറ്റൂ എന്നല്ലേ പറഞ്ഞത്? വഴിയുടെ അവകാശങ്ങൾ ഇതൊക്കെയാണ്. കണ്ണു ചിമ്മണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. വഖഫുൽ അദാ, നിങ്ങൾ അവിടുത്തെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണം യാത്രക്കാർക്ക്.
വറദ്ദുസ്സലാം, പോകുന്ന ആളുകളൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം എന്ന സലാം മടക്കിയേ പറ്റൂ. ഞങ്ങളിത് കുറെ നേരമായി സലാം അടക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നും പറയാൻ പറ്റൂല, ഇരിക്കല്ലേ, എന്തായാലും സലാം അടക്കണം. എന്റെ സലാം ഒന്നും പറയാൻ പറ്റൂല, സലാം മടക്കിയേ പറ്റൂ. അതുമാത്രമല്ല വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. വന്നഹി അനിൽ മുൻകർ, അവിടെ എന്തെങ്കിലും വേണ്ടാത്തരം ആരെങ്കിലും ചെയ്തു പോകുന്നുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തി ശരിയാക്കി വിടണം. നിങ്ങൾ അവരെ തിന്മയിൽ നിന്ന് തടയണം, നന്മ ചെയ്യാൻ പറയുകയും വേണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പോയിരുന്നോളൂ എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വഴിയുടെ ഹക്കാണ്. എന്തൊക്കെ പറഞ്ഞു? ഗദ്ദുൽ ബസർ, കണ്ണു ചിമ്മണം, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം, സലാം മടക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം. 5 ഹക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഗദ്ദുൽ ബസർ, കണ്ണ് ചിമ്മ എന്ന് പറഞ്ഞത് ലോകത്ത് മുഅ്മിനിന് ജീവിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, അലി റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾ പറഞ്ഞു, ലാ തുത്ബിഉൻ നദറതൻ നദറ, നോട്ടത്തെ മറ്റൊരു നോട്ടവുമായി നിങ്ങൾ അതിനെ റിപ്പീറ്റ് ചെയ്യരുത്. ഫഇന്നമാ ലകൽ ഊല, നിനക്ക് ഒന്നാമത്തേതേ ഉള്ളൂ. വലൈസത് ലക സാനിയ, രണ്ടാമത്തെ നോട്ടം നിനക്കുള്ളതല്ല. ഇതൊക്കെ ആൾക്കാർ തമാശയിലൊക്കെ പറയും, ഒരു നോട്ടം ഉണ്ടല്ലോ, എന്നാണ് നോക്കുക, ഞാൻ മുറിക്കണില്ല, അതൊരു മണിക്കൂറായിട്ട് നോക്കുക. സുബ്ഹാനല്ലാഹ്. നദറ എന്ന് പറഞ്ഞ സെക്കൻഡിന്റെ പകുതി മതി, അതൊരു നദറത്താണ്. അതിനെ നീ തുടർത്തല്ലേ, കണ്ടുപോയി അതിനെ അല്ലാഹു ശിക്ഷിക്കൂല. പക്ഷെ ഇനി നോക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കണം ഒരു സംഭവം. ഗസ്വാൻ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യുദ്ധത്തിലാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫകശഫത് ജാരിയ, ഒരു പെണ്ണ് അവളുടെ മുഖം കണ്ട് തുറന്നു, അവളുടെ ശരീരം വെളിവാക്കി. ഫനദറ ഇലൈഹാ ഗസ്വാൻ റളിയല്ലാഹു അൻഹു, ഗസ്വാൻ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കണ്ടുപോയി. യുദ്ധത്തിലാണ് ഒരു പെണ്ണ്, മുസ്ലിമീങ്ങളിൽ ഒരു പെണ്ണ്, പക്ഷെ അവരുടെ മഹറമല്ലാത്തൊരു പെണ്ണ്. അങ്ങോട്ട് അവരുടെ മുഖം കണ്ട് വെളിവാക്കി കൊടുത്തു, അവരുടെ ശരീരം കണ്ടു. ബഹുമാനപ്പെട്ട ഗസ്വാൻ തങ്ങൾ കണ്ണിനൊരു അടി കൊടുത്തിട്ട് കണ്ണങ്ങോട്ട് വീർത്തു, പൊട്ടാറായി. ഇങ്ങനെ നടക്കുമ്പോ കൂട്ടുകാരൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അവര് ചോദിച്ചു, വലംത ഐനക്, എന്റെ കണ്ണിനോട് നിങ്ങൾ ദുൽമ ചെയ്തോ? ഫസ്തഗ്ഫിരില്ലാഹ വതുബ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇപ്പൊ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ചത്? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഫഇന്ന ലഹാ അവ്വലു നദറ വഅലൈഹാ മാ കാന ബഅദ ദാലിക്, കണ്ടുപോകുന്നൊരു കാഴ്ച അത് കണ്ണിനുള്ളതാണ്. പക്ഷേ അതിന് ശേഷം നിങ്ങൾ നോക്കിയോ എങ്കിൽ ഈ കണ്ണിന് നിങ്ങൾ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കണ്ണിന് കാഴ്ചയെ തുടർത്തിയില്ലല്ലോ, കണ്ടുപോയതല്ലോ, അതിന് തന്നെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിച്ചോ നിങ്ങളെ എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്. വലിയ മഹാന്മാർ മുഅ്മിനീങ്ങളെ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ണുണ്ടാവോ നീച്ചടക്കാൻ? ഉണ്ടാവില്ല. ഒന്ന് കണ്ടുപോയ ഹലാല് എന്ന് പറഞ്ഞ ആ ഒരു കാഴ്ചയിൽ, കണ്ടുപോകുന്ന കാഴ്ച, പിന്നെ നോക്കിയിട്ടില്ല, അതിന് പ്രായശ്ചിത്തം ചെയ്ത് ആ കണ്ണിനൊരു ഇടി കൊടുത്തിട്ട് കണ്ണങ്ങൾ പൊട്ടാറെ കണ്ണിങ്ങനെ വീർത്തു വന്നു. മഹാനായ ഔസാഇ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ ഗസ്വാൻ റളിയല്ലാഹു അൻഹു ശരീരം വല്ലാതെ അല്ലാഹുവിനെ കീഴ്പ്പെടുത്തിയ മഹാനായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഫലം യൽഹഖ് ഹത്താ മാത റളിയല്ലാഹു അൻഹു, അവര് വഫാത്താകുന്നവരെ പിന്നെ ചിരിച്ചിട്ടില്ലെന്ന് ഇമാമുന ഔസാഇ റഹ്മഹുല്ലാഹ് അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചിരിച്ചിട്ട്, എന്തേ പടച്ചോനെ, ഞാനത് കണ്ടല്ലോ, അല്ലാഹുവിനെ അതിനെ സംബന്ധിച്ച് ചോദിക്കുമോന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിലേക്കൊന്ന് ചിന്തിക്കാനും ആലോചിക്കാനുമാണ് പറയുന്നത്. സ്വഹീഹ് മുസ്ലിം ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നദറത്തിൽ ഫുജാഅ, കണ്ടുപോകുന്ന കാഴ്ച, പെട്ടെന്നുള്ള നോട്ടം, അതിനെ സംബന്ധിച്ച് ഞാൻ തങ്ങളോട് ചോദിച്ചു, നബി തങ്ങളെ അതെന്താണ്, പറ്റുമോ, അതിന് കുറ്റുണ്ടാകോ, അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കോ? പെട്ടെന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുമ്പിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും കാണാത്തത് എഴുതാത്തത് കാണേണ്ടി വന്നു എന്ന് വിചാരിക്കുക, അതിന് കുറ്റമുണ്ടോ? ഫഅമറനി അൻ നസ്രിഫ ബസരി, എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ണ് തിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു.